ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ കൊല്ലം ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി വന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലുപരി കുറച്ച് പ്രോബ്ലംസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്, ഇമ്പോർട്ടൻസ് ആയ ഡീറ്റെയിൽസ് ഞാൻ ബോർഡിൽ എഴുതാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 115 ohm is made to work on a 230 volt supply. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്, R is equal to 115 ohm ആണ്. ആൻഡ് സപ്ലൈ എത്രയാണ്, വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് പറയുന്നത് 230 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എ പാർട്ട് എന്താണ്, എ പാർട്ടിലത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് what will be the current through this heater while it is working. അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഹീറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് ആദ്യത്തെ എ ഭാഗം ചോദിക്കുന്നത്. ബി പോർഷൻ എന്താണ്, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റർ, പവർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അതാണ് എന്ത് ബി. സി പോർഷൻ ആണ് എന്താണ്, കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ് ബൈ ദിസ് ഹീറ്റർ ഇഫ് ഇറ്റ് വർക്ക് ഫോർ 10 minutes. 10 മിനിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി എന്താണ്, 5 minutes. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഹീറ്റർ ഉണ്ട്, ആ ഹീറ്ററിന്റെ റെസിസ്റ്റർ പറഞ്ഞാൽ എന്താണ്, ആർ പറയുന്നത് 115 ohm ആണ്, വി പറയുന്നത് എന്താണ് 230 വോൾട്ട് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അവിടുത്തെ ഐ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ബി പാർട്ട് പറയുന്നത് എന്താണ്, അവിടുത്തെ പി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് സി പാർട്ട് എന്താണ് പറയുന്നത്, എച്ച് എന്താണ്, ഹീറ്റ് ജനറേറ്റർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ടി എന്താണ്, 5 minutes അല്ല 10 minutes ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പോർഷൻ പോവാം. ആദ്യത്തെ പോർഷൻ എന്താണ്, ആൻസർ ഐ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഐന്റെ ഫോർമുല എന്താണ്, ഹോംസ് ലോ വെച്ച് നമുക്കറിയില്ല, വി എന്താണ്, വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ് അല്ലെ. അപ്പൊ ഐ എന്തായിരിക്കും, വി ബൈ ആർ അല്ലേ, വി ബൈ ആർ അല്ലേ. അപ്പൊ എന്താണ്, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് ഫോർമുല കിട്ടി. വേവേം കാണും, V is equal to IR, I is equal to V by R. What is V? V is 230 volt, right? R എന്താണ് 115. അപ്പൊ എത്രയാണ്, I എന്താണ് 2 ampere, right? അപ്പൊ നമുക്ക് I എത്രയായി, 2 ampere എന്ന് കിട്ടി. ഇത് മനസ്സിലായല്ലോ. V എന്താണ് അറിയാം, നമുക്ക് 230 വോൾട്ട് ആണ്. R എന്താണ് അറിയാം, 115 ആണ്. I is equal to V by R, 230 by 115, 2 ampere. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് എ പാർട്ട് കണ്ടു. ഇനി എന്താണ് കാണേണ്ടത്, ബി പാർട്ട്. ബി പാർട്ട് എന്താണ്, വാട്ട് ഈസ് പി. പി എന്താ നമുക്കറിയാം, എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ, പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അറിയാം, അല്ലെങ്കിൽ വി ഐ അറിയാം, അല്ലെങ്കിൽ എന്താ വി സ്ക്വയർ ബൈ ആർ എന്നും ചെയ്യാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ ആർ അറിയാം, ഐ അറിയാം, എല്ലാം അറിയാം. അപ്പൊ എന്താ കണ്ടുപിടിക്കുന്നത്, ഏതെങ്കിലും ഇക്വേഷൻ എടുക്കുക ചെയ്യാം. പി ഇസ് ഈക്വൽ ടു വി ഐ എടുക്കുകയാണെങ്കിൽ വി എന്താണ് 230, ഐ എന്താണ് 2, എന്താണ് പവർ 460 വാട്ട്, പവർ 460 വാട്ട്. ഓക്കെ, അപ്പൊ ബി പോർഷൻ കണ്ടു. ഇനി എന്താണ് സി പോർഷൻ ആണ്. സി പോർഷന്റെ ക്വസ്റ്റ്യൻ സി എന്താണ് നമുക്ക് കാണേണ്ടത്, ഹീറ്റ് ടൈം എത്രയാണ് തന്നിരിക്കുന്നത്, എന്താണ് 10 minutes ആണ്. ഹീറ്റ് കാണാൻ ഇക്വേഷൻ എന്താ, പി ഇൻറ്റു ടി അല്ലേ, അല്ലെങ്കിൽ എന്താ ഐ സ്ക്വയർ ആർ ടി അല്ലേ, അല്ലെങ്കിൽ എന്താ വി ഐ ടി എന്ന് എഴുതാം, ഓർ എന്താണ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടിയും എഴുതാം. ഈ 3 ഫോർമുലയും എഴുതാം. ഈ നമുക്ക് എത്രയാണ് അറിയാം, എത്രയാ 460 വോൾട്ട് ആണ്. അപ്പൊ 460 ഇൻറ്റു ടൈം പറയുന്നത് ഇവിടെ എത്രയാണ്, 10 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിനെന്താണ് നമുക്ക് സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം, 10 ഇൻറ്റു 60. സോ 460 ഇൻറ്റു 10 ഇൻറ്റു 60. അപ്പൊ എത്രയാണ് വരുന്നത്,
2 ലക്ഷം ഇതാണ് എന്ത് ടോട്ടൽ ആയിട്ടുള്ള ഈ 3 പോർഷൻ. സോ കറക്റ്റ് അല്ലേ? ഐ എന്താണ്? ബി ഇസ് ഈക്വൽ ടു ഐ ആർ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് കിട്ടി. ഐ ഇസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് കിട്ടി. പവർ എന്താ? ഐ സ്ക്വയർ ആർ വി ഇസ് ഈക്വൽ ടു വി ഐ അല്ലെങ്കിൽ വി സ്ക്വയർ ആർ. ഈ 3 ഫോർമുല വെച്ച് നമുക്ക് കാണാം. ഞാൻ വി ഐ ഉപയോഗിച്ചു. 230 into 2 460 വാട്ട്. ഓക്കെ. എച്ച് എന്താണ്? പി ഇൻറ്റു ടി ആണ്. പവർ ഇൻറ്റു ടൈം എഴുതാം. അതേപോലെ ഐ സ്ക്വയർ ആർ ടി വി ഐ ടി ഓർ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്നും എഴുതാം. സോ നമുക്ക് എത്ര കിട്ടും? സോ 2,76,000 ജൂൾ ആണ് എന്ത്? ഹീറ്റ്. സോ ഇത് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് സർക്യൂട്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ 2 ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് സീരീസിൽ B1 B2. ഓക്കെ. ഈ B1ന്റെ എന്താണ്? B1ന് നമുക്കുള്ളത് 240 വോൾട്ടും 500 വാട്ട് പവറുമാണുള്ളത്. അതേപോലെ B2ലും എന്താണ്? 240 വോൾട്ടും 40 വാട്ട് പവറുമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഏത് ബൾബാണ് ബ്രൈറ്റ് ആയിട്ട് കത്തുക? ബ്രൈറ്റ്നെസ് കൂടുതൽ B1നാണോ B2നാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഈ ബൾബിന്റെ പ്രോബ്ലം വരുമ്പോ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എന്താണ്? ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസിലാണോ അതോ പാരലലാണോ എന്നാണ്. ഓക്കെ. സീരീസ് ആണോ പാരലൽ ആണോ നോക്കുക. ഇവിടെ എന്താണ്? ഈ സർക്യൂട്ട് എന്താണ്? കറണ്ട് എന്താണ്? ഇത് സ്വിച്ച് ഓൺ ആക്കുമ്പോ കറണ്ട് എല്ലാ ബൾബ് കൂടിയും സെയിം അല്ലേ പോകുന്നത്? അപ്പോ എന്താണ്? ഇത് സീരീസ് കണക്ഷൻ ആണ്. ഓർമ്മയില്ലേ? സീരീസ് കണക്ഷനിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. അതേപോലെ എന്താണ്? പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. വോൾട്ടേജ് സീരീസ് കണക്ഷനിൽ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ പാരലൽ കണക്ഷനിൽ എന്താണ്? വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം B1ലാണോ ബൾബ് കത്തുന്നത് മോർ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ B2ലാണോ? എന്താണ് ഈ ബ്രൈറ്റ്നെസ് നിശ്ചയിക്കുന്നത്? അതായത് ബ്രൈറ്റ്നെസ് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? പവർ ഡെസിപ്പേഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ P എന്താ നമുക്കറിയാം? വാട്ട് I square R or what V square by R or what VI. Right. അങ്ങനെയാണെങ്കിൽ സോ ഇതിൽ എന്താണ്? കറണ്ട് സെയിം ആയിരിക്കില്ലേ? അപ്പൊ സീരീസിന്റെ കേസില് പാരലലിന്റെ കേസ്. ഓക്കെ. രണ്ടുമായിട്ട് ഞാൻ പറയാം. സീരീസിന്റെ കേസില് എന്താണ്? P is equal to I square R എടുത്താൽ I പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ P എന്താണ്? പവർ ഡെസിപ്പേഷൻ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു R എന്നാണ്. അതേപോലെ പാരലലിന്റെ കേസിൽ എന്താ? P is equal to V square by R എടുക്കുകയാണെങ്കിൽ, അതായത് V ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ? അതാണ് എടുക്കുന്നത്. സോ കോൺസ്റ്റന്റ് അല്ല, സെയിം ആണ്. അതാണ് പറഞ്ഞിട്ടോ. V is directly proportional to 1 by R ആണ്. അതായത് സീരീസിൽ റെസിസ്റ്റൻസ് കൂടുന്തോറും പവർ കൂടുന്നു ബൾബിന്റെ കേസിൽ. അതേപോലെ പാരലൽ എന്താണ്? റെസിസ്റ്റൻസ് കുറയുമ്പോ പവർ കൂടും. അതായത് എന്താണ്? അതായത് ഇവിടെ എന്താണ്? ഏത് ബൾബിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ ആ ബൾബ് കൂടുതൽ പവർ ഡെസിപ്പേറ്റ് ചെയ്യും. ഇവിടെ എന്താണ്? ഏത് ബൾബിനാണോ ചെറിയ റെസിസ്റ്റൻസ് ഉള്ളത് ഓർ എന്താണ് പവർ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു R ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? സീരീസ് കണക്ഷൻ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സീരീസിൽ P ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു R ആണ്. ഇവിടെ P ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു R ആണ്. സോ ഇത് ഞാൻ മാറ്റിയാണ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സീരീസ് അല്ലേ ഇവിടെ കണക്ഷൻ? സീരീസിൽ റെസിസ്റ്റൻസ് ഏതാ കൂടുതൽ നോക്കുന്നതില് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? B1ന്റെ കേസിൽ എഴുതുകയാണ് കേട്ടോ. ഇപ്പൊ വാട്ട് ഇസ് I അറിയില്ല നമുക്ക്. ഇപ്പൊ V എത്രയാണ്? 240 വോൾട്ട്. വാട്ട് എത്രയാണ്? 500. സോ നമുക്ക് എന്താണ്? P is equal to V square by R എന്ന് എഴുതിക്കൂടെ? അപ്പൊ
ആർ എന്താണ് വി സ്ക്വയർ ബൈ പി. വി സ്ക്വയർ എത്ര 240 ഇൻറ്റു 240 ബൈ പി എത്രയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 500. സോ അപ്പൊ ആർ ഈക്വൽ ടു 240 ഇൻറ്റു 240 ഇൻറ്റു 500. അപ്പൊ എത്രയാണ് കിട്ടുന്നത് 115 പോയിന്റ് സംതിങ് എന്തോ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ B2ന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് വി എത്രയാ 240 വോൾട്ട്, പവർ എത്രയാണ് 40 വോൾട്ട്, അതായത് W 40 വോട്ട്. അപ്പൊ എന്താണ് പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പൊ ആർ എത്രയാണ് വി സ്ക്വയർ ബൈ ടി ആണ്. പി സ്ക്വയർ എത്ര 240 ഇൻറ്റു 240 ബൈ എത്രയാണ് പവർ 40 അല്ലെ. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 1440 ഓം. അപ്പൊ ഇതിൽ ആറ് പറയുന്നത് ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് ബിക്കാണ് കൂടുതൽ. സോ ഏറ്റവും പവർ കൂടുതൽ ഏതായിരിക്കും B2-നായിരിക്കും. B2-നാണ് പവർ കൂടുതൽ, B2 ആയിരിക്കും ബ്രൈറ്റർ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് I സ്ക്വയർ ആർ എന്താ വെച്ചാൽ നോക്കുക. അപ്പൊ എത്രയാണ് കറണ്ട്, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പ്രൂവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. I സ്ക്വയർ ആർ ഏതിനാണ് വാല്യൂ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കൂ. B2-നായിരിക്കും എന്താ പവറിന്റെ വാല്യൂ കൂടുതൽ. സോ ഇതാണ് എന്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാല് വായിക്കാട്ടോ. എ ഹീറ്റർ കോയിൽ ബിയറിംഗ് എ ലേബൽ 920 watt 230 volt is connected to 230 volt supply. Okay, find out the current flowing through the heater. നമുക്ക് ആദ്യത്തെ പോർഷൻ കറന്റ് എന്താണെന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പി എസ് ഈക്വൽ ടു എന്താ വി ഐ ആണ്. ഐ എന്താണ് വി ബൈ പി. വി എത്രയാ 230 വോൾട്ട്, പി എത്രയാണ് 920. സോറി നമുക്ക് എന്താ ഇവിടെ എന്താണ് പി എസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഐ എസ് ഈക്വൽ ടു എന്താ പി ബൈ വി. പി എന്താണ് 920, ഇതെന്താണ് 230. സോ ഐ എസ് ഈക്വൽ ടു വാട്ട് 4 ആംപിയർ, റൈറ്റ്. അപ്പൊ എന്താണ് ഐന്റെ വാല്യൂ കിട്ടി. പിന്നെ നെക്സ്റ്റ് എന്താണ് calculate the quantity of heat generated in 5 minutes. 5 മിനിറ്റിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് അവിടെ ജനറേറ്റ് ചെയ്തത് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റ് ഇസ് വാട്ട് 4 times 5 minutes. So how will we calculate? PS equal to what 920 right. എന്താണ് പിന്നെ എന്താണ് ഐ എത്രയാണ്, ടൈം എത്രയാണ് 5 minutes is equal to what 5 into 60, right. So h is equal to what 9 p into t എഴുതിക്കൂടെ, അതായത് 920 into 5 into 60 എന്ന് എഴുതാം. അപ്പൊ എത്ര വരും 27600 ജൂൾ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ തേർഡ് സി പാർട്ട് എന്താ വെച്ചാല് എന്താണ് how the power of the heater can be changed without altering the resistance. resistance മാറ്റാതെ എങ്ങനെ പവറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? എളുപ്പല്ലേ. റെസിസ്റ്റൻസ് മാറ്റാതെ എന്താണ് വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ചെയ്താൽ എന്താണ് നമുക്ക് എന്താണ് പവറിനെ മാറ്റാൻ പറ്റും. സോ ഇതാണ് എന്ത് തേർഡ് പ്രോബ്ലം. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. അതായത് T പറയുന്നത് എന്താണ് 3 minutes ആണ്. അതായത് പറയുന്നത് 3 മിനിറ്റ് 920 ohm ഉള്ള റെസിസ്റ്റൻസ് അതിന്റെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്.
ആ വോൾട്ടേജ് 3 മിനിറ്റ് വർക്ക് ചെയ്താൽ അവിടെ എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്യും എന്നാണ്. T3 minutes റെസിസ്റ്റൻസ് 920 ohm, വോൾട്ട് 230. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എത്രയാണെന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ 3 മിനിറ്റ്സിന് നമുക്ക് സെക്കൻഡ്സിലാക്കിയാൽ 3 into 60 is equal to 180 സെക്കൻഡ് അല്ലേ. അപ്പൊ H എന്താണ്? I² RT ആണ്. ഓർ എന്താ V²/R into T എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്താണ് V അറിയാലേ, ഡയറക്റ്റ് ആയിട്ട് അറിയുകയാണെങ്കിൽ V എത്രയാ? 230 into 230 V²/R. R എത്രയാണ്? 920 into T എത്രയാ? 180 അല്ലേ. അപ്പൊ ഇത് എത്ര വരും? 1035 ജൂൾ എന്നാണ് എന്ത് ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഹീറ്റ് ജനറേറ്റഡ് ആണ് എത്രയാണ് ഇവിടെ കണ്ടുപിടിച്ചത്. ടൈം 3 മിനിറ്റ് ആണ് തന്നിരിക്കുന്നു. R 920 ohm ആണ്. B പറയുന്നത് എന്താണ്? 230 ഉണ്ട്. അപ്പൊ ഹീറ്റ് എത്രയാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത സർക്യൂട്ടില് അടുത്ത ക്വസ്റ്റ്യനില് 2 സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. അതായത് എന്താണ്? B1, B2, B3, B4. സ്വിച്ച് 1 ഇതിപ്പോ പവർ സപ്ലൈ ആണ്. സ്വിച്ച് 2. ഇങ്ങനെ 2 സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇത് A സർക്യൂട്ടും ഇത് B സർക്യൂട്ടും ആണെങ്കിൽ ഇതിനെല്ലാ വോൾട്ടും എന്താണ്? 3 വോൾട്ട് ആണ്. 6 വോൾട്ടും എന്താണ്? 6 വോൾട്ടും 3 വാട്ടുമാണ് എന്ത്? പവർ. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ സർക്യൂട്ടും ഒരേതാട്ടോ, എല്ലാ ബൾബിന്റെ ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോസ് വിത്ത് ഹൈ ഇന്റൻസിറ്റി? ഏതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ബൾബ് ഗ്ലോ ചെയ്യുക? എന്താണ്? നേരത്തെ പറഞ്ഞല്ലേ, സംശയം എന്താണ്? പവർ എന്താണ്? ഇതിലാണ്. അതെന്തുകൊണ്ടാ ഇതിൽ ഈ സർക്യൂട്ടിലാക്കിയില്ലേ എന്താണ് പവർ? അതായത് പാരലൽ സർക്യൂട്ട് അല്ലേ. B1, B2, B3, B4. B3, B4 എന്താണ്? സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് കൂടുതലല്ലേ ചെയ്യുക. പാരലൽ എന്താണ്? റെസിസ്റ്റൻസ് കുറവായിരിക്കും. സോ എന്താണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഇതില് ഈ A സർക്യൂട്ടും B സർക്യൂട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും കൂടുക? A സർക്യൂട്ട്. അതായത് B1 and B2 ആയിരിക്കും എന്താണ് ബ്രൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. പിന്നെ എന്താണ്? ഏതെങ്കിലും ഇതില് ഈ 2 സർക്യൂട്ടിൽ ഇപ്പൊ ഞാൻ ഒരു ബൾബ് റിമൂവ് ചെയ്യാം. ഈ ബൾബ് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കണക്ഷൻ അതേപോലെ ഇവിടെ ഇങ്ങനെ റിമൂവ് ചെയ്താൽ ഏത് സർക്യൂട്ടാ വർക്ക് ചെയ്യാം? കാരണം ഇവിടെ എന്താണ് കണക്ഷൻ അപ്പൊ കണക്ട് ആവില്ല അല്ലെ. കണക്ഷൻ കട്ടായി പോകും. അതുകൊണ്ട് ഈ സർക്യൂട്ടിന് ബൾബ് കത്തുവോ? ഇല്ലല്ലോ. ഈ സർക്യൂട്ടിൽ കണക്റ്റില്ല. അതേസമയം നമ്മൾ പാരലായി കണക്ട് ചെയ്തു. ഞാൻ ഈ സർക്യൂട്ട് അതായത് ഇവിടുത്തെ ബൾബ് 1 റിമൂവ് ചെയ്താലും കറണ്ട് ഇത് കൂടി പാസ് ചെയ്യില്ലേ. അപ്പൊ ഈ ബൾബ് കത്തില്ലേ? അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു ബൾബ് റിമൂവ് ചെയ്താൽ എന്താണ് A സർക്യൂട്ട് വർക്ക് ചെയ്യും. അതിൽ നിന്നും കറണ്ട് അതായത് ലൈറ്റ് കത്താൻ തുടങ്ങും. പക്ഷെ B സർക്യൂട്ട് കത്തില്ല. അപ്പൊ പാരലായി കണക്ട് ചെയ്യുമ്പോൾ അതാണ് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്. ഓരോ ഡിവൈസും പാരലായി കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇപ്പൊ വേറെ ഇവിടെ ഡിവൈസ് ഉണ്ട്. ഇപ്പൊ ഇതിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് ഡാമേജ് ആയി കത്താതെ ആയാലും എന്താ ബാക്കിയുള്ള ബൾബുകൾ കത്തും പാരലായി കണക്ട് ചെയ്യുമ്പോൾ. പക്ഷെ സീരീസ് കണക്ഷൻ എന്താ അങ്ങനെ കത്തില്ല. ഏതെങ്കിലും ഒരു ബൾബ് സീരീസ് ആയി കുറെ ബൾബ് കണക്ട് ചെയ്തു, ഏതെങ്കിലും ഒരു ബൾബ് കത്താതെ ആയാൽ എന്താണ് ആ കണക്ഷൻ കട്ടായി പോകും കേട്ടോ. അതാണ് അതിലത്തെ ഡിഫറൻസ്. സോ അതിനെ കൊണ്ടാണ് ഇത് കത്താത്തതും ഇത് കത്തുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡു ദ ബൾബ് ഇൻ ഫിഗർ
എന്തുകൊണ്ടാണ് എ ബൾബ് അതായത് ഇവിടെയുള്ള എന്താണ് കൂടുതലായിട്ട് ബ്രൈറ്റ്നെസ് ആയി കത്തുന്നത്? ഒറ്റ കാരണമുള്ളൂ, എന്താണ് സീരീസിലും പാരലലും ഏതിനാണ് റെസിസ്റ്റൻസ് കുറവ്? പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് റെസിസ്റ്റൻസ് കുറയും. അപ്പൊ ആ കാരണം കൊണ്ടാണ് എന്ത് എ സർക്യൂട്ട് കൂടുതലായിട്ട് ബ്രൈറ്റർ ആയി കത്തുന്നത്. ഓക്കെ, ഡ്യൂ ടു ലോ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3 resistors of 2 ohm, 3 ohm and 6 ohm are given in the class. What is the highest resistance that can get using all of them? അതായത് നമ്മുടെ കയ്യിൽ 3 ohm 4 ohm 3 ohm 2 ohm 6 ohm റെസിസ്റ്റർ ഉണ്ട്. അപ്പോ ഈ 3 റെസിസ്റ്റേഴ്സും കൂടി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹൈ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യുക? അതായത് നമുക്ക് എപ്പോഴും അറിയാം, കണക്ഷൻ സീരീസ് ആയി റെസിസ്റ്റർ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ആവും അല്ലെ? സോ ഡെഫിനറ്റ്ലി എന്താ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ആണ് കിട്ടുക. അപ്പൊ സീരീസിന്റെ ആറുടെ ഫോർമുല എന്താ? R1 plus R2 plus R3. R1 R2 R3 2 plus 3 plus 6 is equal to what? 11 ohm. Right? So next question. ഏതിലാണ് ചെറിയ റെസിസ്റ്റൻസ്? എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ചെറിയ റെസിസ്റ്റൻസ് കിട്ടുക? ലീസ്റ്റ് റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലെ? സോ എന്താണ് 1/R is equal to series parallel 1/2 plus 1/3 plus 1/6. സോ ഇതിന്റെ എൽസിഎം എന്താണ്? 1/R എന്താണ്? 6 ആണ് അല്ലെ? അപ്പൊ 3 plus 2 plus 1/6 6/6 ആണ് 1/R. അതായത് 1 R എന്താണ്? 1 ohm. പാരലൽ കണക്ട് ചെയ്യുമ്പോൾ 1 ohm ആണ് നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, can you make a resistance 4.5 ohm using these 3? ഈ 3 റെസിസ്റ്റൻസ് കൂടി കൂട്ടിയിട്ട് നമുക്ക് 4.5 ohm റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. എളുപ്പമല്ലേ? നമുക്ക് എന്താ കാര്യമുള്ള 2 ohm ഉണ്ട്, 3 ohm ഉണ്ട്, 6 ohm. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് എന്താ 4.5 ohm ആക്കുക? ഒന്നല്ലെങ്കിൽ എന്താണ് 3 plus 1.5 കിട്ടിയ എന്താണ് 4.5 ohm കിട്ടും അല്ലെ? അതേപോലെ തന്നെ എന്താണ് അതെങ്ങനെയാ ഉണ്ടാക്കുക? നമുക്കൊരു 3 ohm ഉണ്ട് ഇവിടെ, 3 ohm. ഇത് രണ്ടും എന്താണ് ഇങ്ങനെ വെച്ചാല് ഇവിടെ ഒരു 3 ohm. പിന്നെന്താണ് 6ഉം 2ഉം. 6ഉം 2ഉം പാരലൽ 1/R is equal to എന്താണ് RA plus 2/RA into 2. അപ്പൊ R എന്താണ് RA into 2/8 എന്താണ് 12/8 പറഞ്ഞാൽ എന്താണ് 3/2 അല്ലേ? അപ്പൊ എന്താണ് ഇത് എന്താണ് 6 ആയി കൂട്ടിയാല് അപ്പൊ ടോട്ടൽ R ഈക്വലന്റ് എത്രയായിരിക്കും? സോ എന്താണ് R ഈക്വലന്റ് പറയുന്നത് 3 plus 1.5 4.5 കിട്ടിയില്ലേ? സോ ഇനി നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.